നോക്കി നിൽക്കല്ലേ, കയറി ഒരെണ്ണം കൊടുക്ക്. ഇത് ഓരോ മലയാളികളും ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോഴത്തേക്ക് പറയാൻ ആഗ്രഹിച്ചതായിരിക്കും. തീർത്തും നിയമവിരുദ്ധമാണ്, നമുക്കറിയാം. പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ല. ഇവനൊരു സുപ്രഭാതത്തിൽ ക്രിമിനലായ ആളല്ല. നിങ്ങൾ ഈ ദൃശ്യങ്ങളൊന്ന് കണ്ടു നോക്കും. ഈ കുട്ടിക്ക് പരാതിയില്ലായിരുന്നോ? 13 മാസക്കാലം ഈ കുട്ടി കോമയിൽ കഴിഞ്ഞു. ആ കുട്ടിയെ ഉപദ്രവിച്ചത് ആ കുട്ടി പറയുന്നുണ്ട്. എവിടെ കേരളത്തിലെ വനിതാ കമ്മീഷൻ? നമ്മുടെ ഓരോ പോലീസ് സ്റ്റേഷനുകളിലും സ്ത്രീകൾക്കെതിരെ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ കേരളത്തിലെ വനിതാ കമ്മീഷന്റെ അടുത്തേക്ക് എത്തിക്കണം. നിങ്ങൾ കേവലം ഒരു നോക്കുകുത്തികളല്ല എങ്കിൽ ഒരു പാവം 1.5 വയസ്സുള്ള കുട്ടിയെ ദാരുണമായി കൊലപ്പെടുത്തുന്നത്. ഈ പൊതിഞ്ഞു കൊണ്ടുപോകുന്ന സിസ്റ്റം അല്ലേ ഇവനെ പുറത്ത് ജീവിക്കാൻ അനുവദിച്ചത്? അന്ന് ഇവനിക്കെതിരെ കേസെടുത്ത് ഇവനെ തടങ്കലിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് ആ കുട്ടി രക്ഷപ്പെടില്ലായിരുന്നു. ഇവിടെ ആരാണ് 1-ാം പ്രതിയെ നമ്മൾ ചേർക്കേണ്ടത്? സർ, കേരള പോലീസ്, ഇവനൊന്നും പെട്ടെന്നൊരു ദിവസം ജനിക്കുന്നതല്ല. ഇതുപോലെയുള്ള അഷ്കറുമാർ കേവലം നെടുമങ്ങാടുന്ന് മാത്രമുള്ളതല്ല, കേരളത്തിന്റെ മുക്കിലും മൂലയിലുമുണ്ട്. സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന വനിതാ കമ്മീഷൻ നിങ്ങൾ ചാനൽ ചർച്ചകളിൽ മാത്രം ഒതുങ്ങിപ്പോകരുത്. കേരളത്തിന്റെ ഓരോ പഞ്ചായത്തിന്റെയും ഓരോ വാർഡിന്റെയും ഓരോ വീടിന്റെയും ഉള്ളറകളിലേക്ക് നിങ്ങളുടെ പ്രതിനിധികൾ എത്തണം. ഇതുപോലെ പീഡനം അനുഭവിക്കുന്ന സഹോദരിമാര്, കുഞ്ഞുങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. അവരെയും കുഴിവെട്ടി മൂടിയതിനു ശേഷം ഏതെങ്കിലും ഐസൊലേഷൻ വാർഡുകളിലേക്ക് പ്രവേശിപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ആക്ഷൻ എടുക്കാനിരുന്നാൽ ഇനി ജനങ്ങളുടെ പ്രതികരണം നിയമം കയ്യിലെടുത്തുകൊണ്ടായിരിക്കും. എങ്ങനെ പ്രതികരിക്കാതിരുന്നു പോകും? അത്രയും ദാരുണമല്ലേ? എങ്ങനെ നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയും? ഒരുപക്ഷെ ഇന്നത്തെ ദിവസം തല കുനിച്ചിട്ടല്ലാതെ ഓരോ മലയാളിക്കും, പുറം നാടുകളിൽ ജീവിക്കുന്ന ഒരു മലയാളികൾക്കും പുറത്തിറങ്ങാൻ കഴിയുന്ന വരികയില്ല. അത്രയും ദാരുണമായിട്ടാണ്. ഇവർക്കൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ തന്നെ എങ്ങനെ കഴിയുന്നു എന്നുള്ളത് നമ്മളെ വല്ലാണ്ട് വേദനിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ സിസ്റ്റം സ്ട്രോങ് ആയേ പറ്റുകയുള്ളൂ. ശ്രീ രമേശ് ചെന്നിത്തല സാർ, കേരള പോലീസിന്റെ ഇത്തരം ഉദാസീനമായ നടപടികൾക്കെതിരെ തീർച്ചയായും നടപടിയെടുക്കണം. അന്ന് ഈ പെൺകുട്ടിയുടെ പരാതിയിൽ നടപടിയെടുക്കാതെ ഇവനെ പുറത്ത് സ്വൈര്യമായി വിട്ട നിയമപാലകർക്കെതിരെ താങ്കൾ നടപടിയെടുക്കണം. അത് ഇനിയെങ്കിലും മറ്റുള്ളവർക്കൊരു മാതൃകയാകണം. നമുക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ ഇനിയെങ്കിലും കേൾക്കാതിരിക്കട്ടെ. അഷ്കറുമാരെ ഇനി ജനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സിസ്റ്റം കൈകാര്യം ചെയ്യണം.